ഹലോ ഡിയേഴ്സ്. അപ്പം നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ പ്ലസ് ടുവിന്റെ റിസൾട്ട് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി അതിനകത്ത് പ്രഖ്യാപിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റിസൾട്ടിലോട്ട് എത്താൻ സാധിക്കട്ടെ. വിജയാശംസകൾ നേരുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം അതിനകത്ത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് ഒരുപാട് പേര് കയറുന്നതുകൊണ്ട് തന്നെ സൈറ്റുകളൊക്കെ ഹാങ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് അറിയാനുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒപ്പം തന്നെ അതിനകത്ത് റിസൾട്ടുമായി ബന്ധപ്പെട്ട ആ സമയത്ത് ലൈവ് സ്ട്രീമിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് മാത്രമല്ല, ഇനിയിപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് മാർക്കുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് ആക്കിയിട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഇനി ഇൻ കേസ് മാർക്ക് കുറഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് എഴുതുന്നവർ അല്ലെങ്കിൽ ഫെയിൽ ആയവർ സേ എക്സാം എഴുതുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, കാരണം ചാപ്റ്റർ വൈസ് വെയിറ്റേജ് കാര്യങ്ങൾ അതിന്റെ സ്ട്രാറ്റജീസ് ഒക്കെ അതിനകത്ത്, കാരണം ഒരു മാസം കൊണ്ട് അതിനകത്ത് പഠിച്ചു തീർക്കണം അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ട്രിക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൂടി വരും. അപ്പൊ നിങ്ങൾ അതിന്റെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ അതിനകത്ത് താഴെ കമന്റ് ബോക്സിൽ കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ നമ്പർ കാര്യങ്ങളൊന്നും മറ്റ് സ്റ്റുഡൻസിനൊന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് ഇതിന്റെ പ്രൈവസി സെറ്റിംഗ്സ് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ അതൊന്നും പേടിക്കേണ്ട. കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് ഓൾറെഡി ജോയിൻ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജോയിൻ ആയിക്കോളൂ. അപ്പം ഇതിനകത്തെ സൈറ്റുകളിലോട്ട് പോകുമ്പോൾ പിന്നെ നിങ്ങൾ അതിനകത്ത് മാർക്ക് കുറയുമോ എന്ന് പേടിയുള്ള, ഇപ്പൊ +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നു, മാർക്ക് കുറവാണ്, ഈ +2 മാർക്ക് കുറയുമോ എന്ന് പേടിയുള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഇപ്പം ഐ ബട്ടണിൽ ഒരു വീഡിയോ കാണും, അത് കണ്ടോളൂ. കാരണം മുൻ വർഷങ്ങളിൽ മാർക്ക് ഇതുപോലെ വളരെ മാർക്ക് കുറഞ്ഞവർക്ക് പിന്നീട് അവർ എങ്ങനെ മുന്നോട്ട് പോയി, എങ്ങനെ സക്സസ് ആയി എന്നുള്ള കാര്യം ഈ ഐ ബട്ടണിലെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എന്തായാലും കാണണം. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും വെക്കാം. ഓക്കെ. അപ്പം ഇനി അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സൈറ്റുകളാണല്ലോ നമുക്ക് മെയിൻ ആയിട്ട്. അതിനകത്ത് results.hsc.kerala.gov.in എന്ന് പറയുന്ന സൈറ്റ്, പിന്നെ results.kite.kerala.gov.in എന്ന് പറയുന്ന സൈറ്റ്. ഇത് രണ്ടും നന്നായിട്ട് ചിലപ്പം ഒരുപാട് പേര് കയറുന്നതുകൊണ്ട് ഹാങ് വരാം. അപ്പം നമുക്ക് ആപ്പ് വഴി അതിനകത്ത് പെട്ടെന്ന് അറിയാവുന്നതാണ്. അപ്പൊ ഇതിനകത്തെ ഇപ്പൊ തന്നെ ഞാൻ എന്റെ മൊബൈലിൽ സഫലം കൈറ്റ് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് പെട്ടെന്ന് തന്നെ അതിനകത്ത് സഫലം കൈറ്റ് എന്ന് പറഞ്ഞ് പ്ലേ സ്റ്റോറിൽ അതിനകത്ത് അടിച്ചു കൊടുത്തു. അപ്പൊ ആപ്പ് വന്നു, സഫലം കൈറ്റ് കേരള ഗവൺമെന്റ് റിലേറ്റഡ് എന്നൊക്കെ അതിനകത്ത് കാണിച്ചു. എന്നിട്ട് അതിനകത്ത് HSC, VHSC, SLC ഒക്കെ ഉണ്ട്. അപ്പൊ HSC അല്ലെങ്കിൽ VHSC നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ, HSC ആണെങ്കിൽ HSCയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പൊ ഇത് കുറച്ചുകൂടി എനിക്ക് പെട്ടെന്ന് അതിനകത്ത് സൗകര്യപ്രദമായിട്ട് തോന്നി. ഈ സഫലം കൈറ്റ് പോലുള്ള, അതുപോലെ തന്നെ നമ്മുടെ കേരളം, അതുപോലെ PRD ലൈവ്, ഇതിലൊക്കെ വരും. ഇതൊക്കെ ആപ്പുകളാണ്. അപ്പൊ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ ഈ സൈറ്റുകളിൽ നോക്കുക, ഇല്ലെങ്കിൽ ഈ ആപ്പുകളിലൂടെ നിങ്ങൾക്ക് നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. അപ്പൊ ഈ ഒരു ആപ്പ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, സഫലം കൈറ്റ്. അപ്പൊ എന്തായാലും ഇനി റിസൾട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അതിനകത്ത് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. 77 36 70 70 45. അപ്പൊ എല്ലാവർക്കും നല്ല റിസൾട്ട് വരട്ടെ. നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട് കൊടുക്കാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.